ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിവൈൻ കൂട്ടായ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു തിരുവചന ഭാഗം ധ്യാനിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 29-ാം അധ്യായം 11-ാമത്തെ തിരുവചനം ഇപ്രകാരം കർത്താവ് അരുളി ചെയ്യുന്നു: നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, നിങ്ങൾക്ക് ശുഭവും ഭാവിയും നൽകുന്ന ഒരു പദ്ധതിയാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്നാണ് കർത്താവ് അവിടെ നമ്മളോട് പറയുക. പക്ഷേ ഈ തിരുവചന ഭാഗം വായിക്കുമ്പോൾ എൻ്റെ ജീവിതാനുഭവവുമായി കൂട്ടിച്ചേർത്ത് ഞാൻ ഈ വചനത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ജോലിക്കൊക്കെ ഇറങ്ങി. കനാലിൻ്റെ വർക്കായിരുന്നു. 1977 വർക്കിനിറങ്ങി, പഠനമൊക്കെ നിർത്തി. വർക്കിനിറങ്ങി കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് സ്ഥിരമായിട്ട് വരുമാനം കിട്ടാൻ തുടങ്ങിയപ്പോൾ കൂട്ടുകൂടി ഇഷ്ടംപോലെ മദ്യപിച്ച് ലാഭിഷമായിട്ട് നടക്കുന്നൊരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഏതാണ്ട് 1984 കാലഘട്ടമായപ്പോഴത്തേക്കും പാലക്കാട് ജില്ലയിൽ വർക്കെടുത്ത ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു. തൊടുപുഴയിൽ മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് കിട്ടി. പാലക്കാട് നിന്ന് കുറേ ആൾക്കാരെ ജോലിക്ക് വേണ്ടി കൊണ്ടുപോയപ്പോൾ ആ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. എൻ്റെ ജോലി പാറ കുഴിയടിക്കുന്ന മെഷീൻ്റെ കൂടെയുള്ള ജോലിയാണ്. 24 മണിക്കൂറും വയറ്റുവേദനയാണ് എൻ്റെ ജീവിതത്തിൽ. കാരണം 77 ജോലിക്ക് ഇറങ്ങി 79ഓടുകൂടി ഞാൻ രോഗിയായിട്ട് മാറി. കാരണം അത്രമാത്രം മദ്യപാനത്തിന് അഡിക്റ്റായിരുന്നു. പക്ഷേ മദ്യം ഒത്തിരി കുടിക്കുന്നത് കൊണ്ട് തന്നെ വയറ്റുവേദന കൂടി. അൾസർ രോഗമാണ്. 24 മണിക്കൂർ വയറ്റുവേദനയാണ്. വയറ്റുവേദന മാറിയിട്ടുള്ളൊരു സമയം എൻ്റെ ജീവിതത്തിലില്ല. എപ്പോഴും വയറ്റിൽ കയ്യും വെച്ച് കമന്നടച്ച് നടക്കുന്നൊരവസ്ഥയായിരുന്നു. പാറ കുഴിയടിക്കുന്ന മെഷീൻ്റെ ജാക്കി സ്റ്റാർട്ട് ചെയ്തിട്ട് വയറ്റിലേക്ക് കയറ്റി വെച്ച് കമന്നടച്ച് കിടന്നുകൊണ്ട് കുഴിയടിക്കും. അങ്ങനെ 1984 ഞങ്ങളെ ഇവിടുന്ന് തൊടുപുഴയിലേക്ക് ജോലിക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ച സമയത്തെ 1 മണിക്കൂർ സമയം വിശ്രമമുണ്ട്. വയറ്റുവേദന കണ്ടമാനം വർദ്ധിച്ചതുകൊണ്ട് ഞാൻ വയറ്റിലേക്ക് കൈ വെച്ച് കമന്നടച്ച് കിടന്ന് കരയുമായിരുന്നു. അപ്പോൾ 1987 കാലഘട്ടമായപ്പോഴത്തേക്കും 3 കൊല്ലക്കാലം പിന്നിട്ടു. 87 കാലഘട്ടമായപ്പോഴത്തേക്കും അവിടെ ഞങ്ങൾ വർക്ക് ചെയ്തിരുന്ന സൈറ്റിൽ കുറേ ചേട്ടന്മാർ ജോലിക്ക് ഉണ്ടായിരുന്നു. അവർ തൊടുപുഴ ഏഴുമട്ടം താമൂർ ധ്യാനകേന്ദ്രം എന്ന് പറയുന്ന ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടി കത്തിച്ചൊലിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. അവരെന്നെ എന്നും ഉപദേശിക്കും, മോനെ നീ ഇങ്ങനെ നടന്നാൽ പറ്റില്ല, എത്രയും പെട്ടെന്ന് ഒരു ധ്യാനം കൂടണം, ഏഴുമട്ടത്ത് ധ്യാനം കൂടിയ വയറ്റുവേദന മാറും, ഇത്രയൊക്കെ പറഞ്ഞ് ഇവരെൻ്റെ പുറകെ ശല്യം ചെയ്യാൻ തുടങ്ങി. അവസാനം ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയപ്പോൾ അവസാനം ഇവരുടെ കയ്യിൽ നിന്നും ഒന്ന് തലയൂരാൻ വേണ്ടിയിട്ട് ഞാനൊരു നമ്പർ ഇട്ടു. ഞാൻ അല്പം മദ്യപിച്ചിട്ട് അവരോട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് മാത്രം പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്നെ ഒഴിവാക്കണം. എന്തായാലും ഇവർ അച്ഛൻ്റെ അടുത്ത് പോയി അവിടുത്തെ ഡയറക്ടർ അച്ഛൻ്റെ കൈകാലം പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സഹോദരൻ ധ്യാനത്തിന് വരാൻ തീരുമാനമെടുത്തിട്ടുണ്ട്, ഹിന്ദു പയ്യനാണ്, അവനെ കൊണ്ടുവന്നോട്ടെ, അവൻ മദ്യപിച്ചിട്ടോ വരുമെന്നുള്ളതാണ് അച്ഛനോട് പറഞ്ഞവർ. ഇവരെ അച്ഛൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മദ്യപിച്ച് കൊണ്ടുവരുന്ന ഒരുത്തനെ ഇവിടെ കയറ്റാൻ പറ്റില്ല, നിങ്ങൾ അവനെ കൊണ്ടുവരണ്ടാന്ന്. പക്ഷേ ഇവർ കരഞ്ഞ് നിലവിളിച്ച് അച്ഛൻ്റെ അടുത്ത് കാര്യം സാധിച്ചെടുത്തു. അവർ പറഞ്ഞു, അച്ഛ എപ്പോഴാണ് ദൈവം തൊടുകയെന്ന് പറയാൻ പറ്റില്ല, അവനെ കൊണ്ടുവന്നോടെന്ന് ചോദിച്ചു. അങ്ങനെ അവരുടെ വാക്ക് കേട്ട് അച്ഛൻ മനസ്സ് മുട്ടിയിട്ട് പറഞ്ഞു, അവനെ എങ്ങനെയും കൊണ്ടുപോകാം, ഒരല്പം കുടിപ്പിച്ചോളാൻ പറഞ്ഞു. ഇവിടെ ഒരല്പം കുടിക്കാനായിട്ട് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഞാൻ ഒരുവിധമൊക്കെ മദ്യപിച്ചിട്ടാണ് ഞാൻ ആ ധ്യാനകേന്ദ്രത്തിലേക്ക് പോവുക. ധ്യാനകേന്ദ്രത്തിൽ ഞാൻ എത്തുമ്പോൾ 4 മണി സമയമാണ്. അന്നത്തെ ധ്യാനത്തിന് 1987 സെപ്റ്റംബർ 7 മുതൽ 11 വരെ. അവിടെ ഞാൻ ധ്യാനത്തിന് ചെല്ലുമ്പോൾ 57 പേരാണ് ധ്യാനത്തിനുള്ളത്. അക്രൈസ്തവരായിട്ട് ആരുമില്ല, ഞാൻ മാത്രമാണ് അവിടെ ധ്യാനത്തിനുള്ളത്. പക്ഷേ ഞാൻ ആ ധ്യാനകേന്ദ്രത്തിലെത്തി. എനിക്ക് കട്ടിലിട്ട് തന്നിട്ടുണ്ട്. ആ കട്ടിലിൽ 2 തലണിട്ട് തന്നിട്ടുണ്ട്, കാരണം വയറ്റിലേക്ക് അമർത്തി പിടിച്ച് കിടക്കാനും ഒക്കെ ആയിട്ട്. അപ്പം ഞാനിങ്ങനെ വയറ്റിൽ കൈയും പിടിച്ച് കമന്ന് കിടക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട അവിടുത്തെ അഗസ്റ്റിൻ പള്ളിക്കുന്നേൽ എന്ന് പറയുന്ന ഡയറക്ടർ അച്ഛൻ എൻ്റെ മുമ്പിൽ കൈ പുറകോട്ട് കിട്ടി എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, നിന്റെ വീട് എവിടെയാടാന്ന് ചോദിച്ചു. ഒരു ഇടിമുഴക്കം പോലൊരു സ്വരമാണ് എനിക്ക് തോന്നിയത്. പെട്ടെന്ന് എൻ്റെ കണ്ണടഞ്ഞു, കണ്ണുകൂടെ വെള്ളം വരാൻ തുടങ്ങി, തല ചൂടാകാൻ തുടങ്ങി, ശരീരം വരയ്ക്കാൻ തുടങ്ങി. ഒറ്റ ശാസ്ത്രത്തിന് അച്ഛനോട് ഞാൻ പറഞ്ഞു തീർത്തു, അച്ഛൻ വീട് പാലക്കാടാണ്, ഇവിടെ ജോലിക്ക് വേണ്ടി വന്നതാണ്. അപ്പം ഇങ്ങനെ കുറച്ച് സഹോദരിമാരാണ് പറഞ്ഞത്, ഇവിടെ ഞാനും കൂടി വയറ്റുവേദന മാറുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്, എൻ്റെ വയറ്റുവേദന മാറോ എന്നാണ് അച്ഛനോട് ചോദിച്ചത്. അച്ഛൻ വേറെ ഒന്നും പറഞ്ഞില്ല, കൈ നീട്ടിയിട്ട് എൻ്റെ നേരെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, നിന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അച്ഛൻ എൻ്റെ നേരെ കൈനീട്ടി നിന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന സമയം വരെ മാത്രമേ എൻ്റെ 24 മണിക്കൂർ എന്നെ ശല്യം ചെയ്തിരുന്ന വയറ്റുവേദന എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ കൈ നീട്ടിയിട്ട് എൻ്റെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ സമയം മുതൽ എൻ്റെ വയറ്റുവേദന അപ്രത്യക്ഷമായി പോയി. പിന്നീട് അതിനുശേഷം അങ്ങനെ വയറ്റുവേദനയ്ക്ക് വേണ്ടി മരുന്ന് മേടിച്ചിട്ടില്ല, വയറ്റുവേദന പിന്നീട് ഉണ്ടായിട്ടുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു ധ്യാന കേന്ദ്രത്തിൽ കയറി ചെന്നു എന്ന ഒരു കാരണം മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കരങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുവാൻ, സുവിശേഷ വേല ചെയ്യുവാൻ, ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ട് ഓടി നടക്കുവാൻ ദൈവം ഈ ജീവിതം കർത്താവ് അതിനു വേണ്ടി തിരഞ്ഞെടുത്തു. ഇതാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവം. എന്നെ അനുഗ്രഹിച്ച ദൈവം, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം, എനിക്ക് സൗഖ്യം തന്ന ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.